കൊച്ചിയുടെ വീഥികൾ വൃന്ദാവനമാക്കാൻ ഇനി അല്പസമയം മാത്രമാണ്. എറണാകുളം ടൗൺ ഹാളിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഘോഷയാത്രകൾ ഉടൻ ആരംഭിക്കും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എന്തായാലും ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. കുഞ്ഞിരാധന്മാരും കൃഷ്ണമാരും ഒക്കെ ഇപ്പോൾ തയ്യാറായോ? പോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ കൊച്ചി നഗരം എന്ന് പറയുന്നത്. ശോഭയാത്ര അല്പസമയത്തിനകം തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിന്നും ആരംഭിക്കും. 4:45 പ്രശസ്ത നടനും സംവിധായകനും ഒക്കെയായ മേജർ രവി ഈ ഒരു ശോഭയാത്രയ്ക്ക് ഉദ്ഘാടനം നിർവഹിക്കും. എന്തായാലും ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഒരുപാട് കുട്ടികൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായി ഒരുങ്ങിയ കുറേ കൃഷ്ണന്മാരും രാധികമാരും എല്ലാം ഇവിടെയുണ്ട്. എന്തായാലും ഒരു ജോസ് ജംഗ്ഷനിലാണ് പല ഭാഗങ്ങളിൽ നിന്നായി വന്ന രാധമാരും കൃഷ്ണന്മാരും എല്ലാം ഈ ഒരു ശോഭയാത്രയിൽ പങ്കെടുത്ത് ജോസ് ജംഗ്ഷനിൽ എല്ലാ ഭാഗത്തു നിന്നും വന്ന ശോഭയാത്രയെല്ലാം ഒന്നായി ഒരു മഹാശോഭയാത്രയായി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലാണ് സമാപനം. വൈകിട്ട് 7 മണിയോടുകൂടി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഈ ഒരു ശോഭയാത്രയ്ക്ക് സമാപനം കുറിക്കും. എന്തായാലും ഈ കാഴ്ചകളെല്ലാം ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ്. കുഞ്ഞി കൃഷ്ണന്മാരെ തൊട്ട് വലിയ ആളുകൾ വരെ വളരെ മനോഹരമായി കയ്യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടക്കുഴലൊക്കെ പിടിച്ച് വളരെ സുന്ദരന്മാരായി ഒരുങ്ങി ഒരുപാട് കുഞ്ഞികൃഷ്ണന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. കുസൃതി കുടുക്കുകളായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുങ്ങി ഇവിടെ നിൽക്കുന്നതെല്ലാം കാണാം. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ ഒരു അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ശോഭയാത്ര ആരംഭിക്കാനുള്ള ഒരു ധൃതി കൂടി ഇവിടെയുണ്ട്. കാരണം പല ഭാഗത്തു നിന്നായി വന്ന കൃഷ്ണന്മാരും രാധികമാരുമാണ് ഇവിടെ. അപ്പോൾ ഇവർക്കെല്ലാം കൃത്യമായി ഈ ഒരു ശോഭയാത്രയിൽ പങ്കെടുക്കുന്നതിനായി കൃത്യമായി നിൽക്കേണ്ട ഒരു ആവശ്യമെല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഒരുക്കങ്ങളാണ് ഈ സംഘാടകരെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഈ ഒരു കൃഷ്ണനും രാധയും ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. നമുക്ക് എന്താണ് മോളുടെ പേരെന്താണ്? അവനി. അൻവിത. എല്ലാ വർഷവും ഇങ്ങനെ എത്ര വർഷമായി ഇപ്പോൾ ഈ എനിക്ക് 8 മാസമുള്ളപ്പോൾ തൊട്ട് എല്ലാ വർഷവും ഉണ്ട്. അത് ശരി. അപ്പോൾ പണ്ട് തൊട്ടേ കൃഷ്ണനായി തന്നെ എല്ലാവരുടെയും മനസ്സൊക്കെ കവർന്നങ്ങനെ നിൽക്കുകയാണ്. സന്തോഷം എങ്ങനെയുണ്ട്? ഓ, നല്ല സന്തോഷം. എന്തായാലും എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാവോ കൃഷ്ണൻ? ഓ, പാടാം. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ കൃഷ്ണഗാഥയായി ഇന്നെന്റെ മാനസം നിന്റെ പാദരേണു ചൂടി ധന്യയായി ഞാൻ യമുനാതടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ, പ്രിയ രാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ണനപ്പ ചില്ലറക്കാരനല്ല. പാട്ടൊക്കെ പഠിച്ച കണ്ണനാ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ കണ്ണന്റെ കയ്യിൽ ലീലാവിലാസങ്ങൾ മാത്രമല്ല, നന്നായി പാടുകയും ചെയ്യുന്നുണ്ട്. രാധ ഒട്ടും മോശമല്ല. എന്തായാലും ഒരുപാടധികം കുഞ്ഞി കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ. ഹലോ, എന്താ കുഞ്ഞിക്കണ്ണന്റെ പേരെന്താ? സുന്ദരനായിട്ടുണ്ടല്ലോ കാണാൻ. നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ കാണാൻ. ഈ ഓടക്കുഴൽ എനിക്ക് തരുമോ?